സഞ്ജു സാംസന്റെ ഏറ്റവും പുതിയ അഭിമുഖം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സെലക്ടർമാർക്കുൾപ്പെടെ തുറന്നടിച്ച മറുപടികളുമായി സഞ്ജു കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ ഭാവി സെലക്ഷനിലേക്കുൾപ്പെടെ സഞ്ജുവിന് ഇത് തിരിച്ചടിയാകുമോ എന്ന് തന്നെയാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഞാനിനി റാറ്റ് റേസിന്റെ ഭാഗമാകില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തെങ്കിലും ഉയരുന്ന ചോദ്യം മറ്റൊന്നാണ്. ഈ പുതിയ മനോഭാവം സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. സഞ്ജു പറഞ്ഞത് വളരെ വ്യക്തമാണ്. മറ്റുള്ളവർ എന്തു പറയുമെന്നതല്ല, തനിക്ക് സ്വാഭാവികമായി കളിക്കാനാണ് ഇനി ആഗ്രഹം. ആരും എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു തരേണ്ടതില്ലെന്നും തൻ്റെ നേട്ടങ്ങൾ ആർക്കും എടുത്തു കളയാനായി കഴിയില്ല അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്ന് മികച്ച പിന്തുണയാണ് സഞ്ജുവിന് ലഭിച്ചത്. എന്നാൽ ഇതേ സമയം മറ്റൊരു ചർച്ചയും ശക്തമാവുകയാണ്. സിംബാബ്വെ പരമ്പരയിൽ പുതിയ താരങ്ങൾക്ക് ഇന്ത്യ തുടർച്ചയായ അവസരങ്ങൾ നൽകി. ഓരോ പരമ്പരയിലും പുതിയ മത്സരങ്ങൾ തന്നെ സൃഷ്ടിക്കുകയാണ്. മുൻ ഇന്ത്യൻ താരം ഹനുമ വിഹാരിയും അടുത്തിടെ ചോദിച്ചത് ഇതുതന്നെയാണ്. ചില താരങ്ങൾക്ക് തുടർച്ചയായ അവസരങ്ങൾ ലഭിക്കുമ്പോൾ സഞ്ജു സാംസണിന് അതേ പിന്തുണ ലഭിച്ചില്ല എന്ന ചോദ്യമാണ് ഉയർത്തിയത്. അതേസമയം ഇത് സഞ്ജുവിൻ്റെ അവസാനമല്ല. ഇന്ത്യൻ ടീമിൽ മത്സരം മുമ്പെങ്ങുമില്ലാത്ത വിധം ഇപ്പോൾ കടുപ്പമാണ്. ഒരു മോശം പരമ്പര പോലും ഒരു സ്ഥാനം നഷ്ടപ്പെടുത്തിയേക്കാം. അതേസമയം മികച്ച ആഭ്യന്തര പ്രകടനം IPL ഫോമോ വീണ്ടും ടീമിലേക്കുള്ള വഴി തുറക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ സമീപനം വളരെ ശ്രദ്ധേയമാണ്. സെലക്ടർമാരെ വിമർശിക്കാനോ വിവാദങ്ങൾ സൃഷ്ടിക്കാനോ അദ്ദേഹം ശ്രമിക്കുന്നില്ല. പകരം തൻ്റെ ബാറ്റ് കൊണ്ട് സംസാരിക്കട്ടെ എന്നാണ് പറയുന്നത്. പല മുൻ താരങ്ങളും ഇതിനെ ഒരു പക്വമായ സമീപനമെന്നാണ് വിലയിരുത്തുന്നത്. ശാന്തമായ സമീപനം തീർച്ചയായിട്ടും ഏഷ്യൻ ഗെയിംസിലുൾപ്പെടെ സഞ്ജുവിന് തിരിച്ചറിവിന് കാരണമാകുമെന്നും പല മുൻ താരങ്ങളും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.